അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിനി അടുത്തതായി എടുക്കാനുള്ള പാഠം കിസ്റാക്ക മുഹൽ, ഇതിനു ശേഷം ശിക്കുക. ഇത്രയും ഈ രണ്ട് പാഠങ്ങളാണ് ഇനി നമുക്ക് പഠിപ്പിക്കാനുള്ളത്. കിസ്റാക്ക മുഹൽ എന്നുള്ള ഈ പാഠം പ്രമുഖ എഴുത്തുകാരൻ മഹാനായ തഖി ഉസ്മാനി, മുഫ്തി തഖി ഉസ്മാനി എന്നവരുടെ ഒരു പണ്ഡിതൻ, ദീനി പണ്ഡിതൻ എന്നതിൻ്റെ കൂടെ തന്നെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ധാരാളം ചിന്തകൾ പങ്കുവച്ച അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണം ജഹാനെ ദീദ, ഞാൻ കണ്ട ലോകം എന്ന ആ പുസ്തകം പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അത്തരത്തിലുള്ള വളരെ പ്രസിദ്ധനായ തഖി ഉസ്മാനിയുടെ ഒരു യാത്രാ കുറിപ്പാണ്, ഒരു യാത്രാ വിവരണമാണ് കിസ്റാക്ക മുഹൽ എന്നതും. किसरा का महल। इन सहाबा किराम रज़ियल्लाहु अन्हुम के मज़ारात की ज़ियारत के बाद हम आगे बढ़े तो मदाइन शहर के तकरीबन इख्तिताम पर किसरा के महल की एक दीवार अब तक बाकी है और इबरत का मुरक्का बनी हुई है. സഹാബ കിറാം റളിയല്ലാഹു അൻഹുവിൻ്റെ മസാറുകളെല്ലാം സന്ദർശിച്ച ശേഷം ഞങ്ങൾ മുന്നോട്ട് ഗമിക്കുകയും മദായിൻ എന്ന പട്ടണത്തിൽ ഏകദേശം അതിൻ്റെ അവസാനത്തിലായി കിസ്രയുടെ കൊട്ടാരം, അതിൻ്റെ കിസ്റാക്കെ മഹൽ കി ഏക് ദീവാർ, അതിൻ്റെ ഒരു കവാടം അബ് തക് ബാക്കി ഹെ, ഇന്നും അവശേഷിപ്പുണ്ട്. ഓർ ഇബ്രത് കാ മുറക്ക ബനി ഹുയി ഹെ, ഒരു ഗുണപാഠങ്ങളുടെ ഒരു ചിത്രീകരണമായിട്ട്, ഗുണപാഠങ്ങളുടെ ഒരു ചിത്രമായിട്ട്, സ്വരൂപമായിട്ട് ഇന്നും അത് നിലകൊള്ളുകയും ചെയ്യുന്നു. മുറക്ക എന്ന് പറഞ്ഞാൽ, മുറക്ക ബന്ന എന്ന് പറഞ്ഞാൽ തസ്വീർ ബന്ന എന്നാണ് അർത്ഥം. ये किसी ज़माने में दुनिया की अजीम तरीन मादी ताकत किस्रा का वही महल था. ഇത് ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ, ഏറ്റവും വലിയ ഭൗതിക ശക്തിയായിരുന്ന കിസ്രയുടെ അതേ പട്ടണം തന്നെയായിരുന്നു. ജിസ്കെ കങ്കറെ सरकार दो आलम सल्लल्लाहु अलैहि वसल्लम की विलादत बासआत पर गिर गए थे. അതിലെ സിംഹാസനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കാരണത്താൽ അത് വീഴുകയും ചെയ്തിരുന്നു. കിസ്രയുടെ കൊട്ടാരങ്ങൾ വീണതെല്ലാം നമ്മുടെ പ്രഭാഷണങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. അങ്ങനെ ആ കൊട്ടാരത്തിലെ സിംഹാസനം വീണുപോയിരുന്നു. और जिसकी शानो शौकत हज़रत सल्लल्लाहु अलैहि वसल्लम को खंदक खोदते वक्त कुदाल से उड़ती हुई चिंगारियों में दिखाकर ये खुशखबरी दी गई थी. അതിലെ പ്രതാപം, और जिसकी शानो शौकत, അതിൻ്റെ ആ പ്രതാപം, അതിൻ്റെ ആ മഹത്വം, അതിൻ്റെ പ്രൗഢി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്ദക, വിഷന്നൊട്ടിയ വയറുമായി ഖന്ദക കുഴിക്കുന്ന സമയത്ത്, ഖന്ദക യുദ്ധത്തിന് വേണ്ടിയിട്ട് കിടങ്ങ് കുഴിക്കുന്ന സമയത്ത്, കുദാൽ സെ ഉടുത്തി ഹുയി ചിങ്കാരിയോമേ, അവിടുത്തെ അവർ പിടിച്ചിരുന്ന പിക്കാസിൽ നിന്ന്, പറന്നു പൊന്തുന്ന തീപ്പൊരികളിൽ നിന്ന്, ദിഖാക്കർ, അത് കാണിച്ചു കൊടുത്തിട്ട്, ആ കിസ്രയുടെ കൊട്ടാരം കാണിച്ചു കൊടുത്തിട്ട്, യേ ഖുഷ്ഖബരി ദീ ഗയി ഥി, അതിൽ നിന്ന് പ്രത്യക്ഷമായ തീപ്പൊരിയിലൂടെ കിസ്രയുടെ കൊട്ടാരം കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് യേ ഖുഷ്ഖബരി ദീ ഗയി ഥി, ഈ സന്തോഷ വാർത്ത നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. യേ മുഹൽ മുസൽമാനോ കെ ഖബ്സേ മേ ആനെ വാലാ ഹെ, നിങ്ങൾ കാണുന്ന ഈ കിസ്രയുടെ കൊട്ടാരമുണ്ടല്ലോ, ഇത് മുസ്ലിമീങ്ങൾ കൈയടക്കാനുള്ളതാണ്, മുസ്ലിമീങ്ങൾ പിടിച്ചടക്കാനുള്ളതാണ് എന്ന സന്തോഷ വാർത്തയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സമയത്ത് അറിയിച്ചു കൊടുത്തിരുന്നു. ഏത് സമയത്ത്? ജിസ് വക്ത് യേ ഖുഷ്ഖബരി ദി ജാ രഹി ഥി ഉസ് വക്ത് ഖുദ് മുസൽമാനോ കാ ഹാൽ യേ ഥാ, ഏത് സമയത്തായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സന്തോഷ വാർത്ത നൽകിയിരുന്നത്, ആ സമയം മുസ്ലിമീങ്ങളായി അവിടെ നിലനിന്നിരുന്ന ആളുകളുടെ തന്നെ ഹാല്, അവരുടെ അവസ്ഥ ഇതായിരുന്നു, ഇത്തരത്തിലായിരുന്നു. എത്തരത്തിൽ के अरब के कबाइल के मुत्तहिदा मुहाज के हमले की वजह से खुद मदीना तैयबा में कलीजे मुँह को आ रहे थे. വെറും അറേബ്യൻ കബീലയിലെ അവരുടെ
ഐക്യസഖ്യത്തിൻ്റെ അവരുടെ ഐക്യസഖ്യങ്ങളുടെ മുത്തഹിദ മുഹാസ് ഐക്യസഖ്യങ്ങളുടെ അക്രമം കാരണത്താൽ തൊയ്ബയിൽ തന്നെ കലീജെ മുഹ്കോ ആരഹേത്തെ വളരെ കഷ്ടത അനുഭവിക്കുന്ന ജീവിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സന്തോഷ വാർത്ത നൽകുന്നത്. എന്ത്? നിങ്ങൾ ഇനി മുസ്ലിമീങ്ങൾ ഇനി ഇവിടെയൊന്നുമല്ല, ലോകമെമ്പാടും ലോകത്തിലെ വൻ ശക്തിയായ കിസ്രയുടെ കൊട്ടാരം തന്നെ കീഴടക്കാനുള്ളതാണ് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ദോനോ ജഹാനോ ക സർദാർ, ഇരു ലോകങ്ങളുടെയും നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ് അപ്നി മുഖദ്ദസ് ഹാഥോं से खंदक की खुदाई में अमलन शरीक था. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പരിശുദ്ധമായ തൻ്റെ കരങ്ങളെ കൊണ്ട് ഈ കിടങ്ങ് കുഴിക്കുന്നതിൽ അതിൽ പ്രവാചകരും യഥാർത്ഥത്തിൽ അതിലും നബിതങ്ങൾ പങ്കാളിയായിരുന്നു. और भूख की शिद्दत से सहाबे किराम रज़ियल्लाहु अन्हुम ने अपने पेट पत्थर बांधे हुए थे. വിശപ്പ് കാരണത്താൽ സഹാബ കിറാം റളിയല്ലാഹു അൻഹും തൻ്റെ വയറിന്മേൽ പത്ഥർ ബാന്ധേ ഹുയത്തെ അവരെല്ലാവരും കല്ല് വെച്ച് കെട്ടിയിരുന്നു. और खुद रहमतुल आलमीन सल्लल्लाहु अलैहि वसल्लम के मुबारक बतने मुबारक पर 2 पत्थर बांधे हुए थे. മറ്റുള്ള സഹാബാക്കളെല്ലാം വിശപ്പിൻ്റെ കാഠിന്യം മൂലം ഒരു കല്ല് കെട്ടിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം തൻ്റെ പരിശുദ്ധമായ ആ വയറിന്മേൽ 2 കല്ല് കെട്ടിവെച്ചിരുന്നു. കോൻ തസബൂർ കർ സക്താ ഹെ, ആർക്കാണ് ഇങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കുക? കെ യെ ബേസറോ സാമാൻ ഓർ നെഹ്തെ അഫ്രാദ് ദുനിയ की अजीम तरीन ताकत किसरा का गुरूर खाक में मिला कर रहे हैं. ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ? എന്ത്? ഈ ബേസറോ സാമാൻ, ഒരു ജീവിതോപാധിയായ ഒരു സാധന സാമഗ്രികളുമില്ലാത്ത ഒരു നെഹ്തെ അഫ്രാദ്, നിരായുധരായിട്ടുള്ള ഈ ആളുകൾ ദുനിയാക്കി അസീം തരീൻ തോക്കത്ത്, ലോകത്തിലെ ഏറ്റവും പ്രബല ശക്തിയായിരുന്ന കിസ്രാക്ക ഗുറൂർ, ആ കിസ്രയുടെ അഹങ്കാരം ഹാക്ക് മേ മിലാക്കർ ദേങ്കെ, അത് മണ്ണോട് ചേർക്കും, അത് ഇല്ലായ്മ ചെയ്യുമെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പോലും സാധിക്കുമോ? ആ കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്തരത്തിലുള്ള സന്തോഷ വാർത്ത അവിടുന്ന് അറിയിച്ചു കൊടുത്തത്. ലേക്കിൻ ദുനിയാ ने देखा कि इस वाक़ये को 15 साल भी पूरे नहीं हुए थे कि उन्हीं मोहम्मद अरबी सल्लल्लाहु अलैहि वसल्लम के नाम लेवा अपने रब का नाम लेकर उठे. പക്ഷേ ലോകം കണ്ടത് മറ്റൊന്നായിരുന്നു. ലേക്കിൻ ദുനിയാനെ ദേഖ, ലോകം കണ്ടത് കെ ഇസ് വാക്കയേക്കോ, ഈ സംഭവത്തിന്, ഈ ഖന്ദക്ക് കുഴിച്ച ഈ സംഭവത്തിന് 15 സാൽ ഭി പൂരേ നഹി ഹുയേ ഥേ, വെറും 15 വർഷം പോലും പൂർത്തിയായിരുന്നില്ല. കെ ആ സമയത്ത് ഉൻഹി മുഹമ്മദ് അറബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെ നാം ലേവ, അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളായിരുന്ന നാം ലേവ, പിൻഗാമിയായിരുന്ന അവരുടെ ഖുലഫ ആയിരുന്നവർ അപ്നെ റബ്ബ് കാ നാം ലേക്കർ, തൻ്റെ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഉടേ അവർ എഴുന്നേൽക്കുകയും ഓർ ഇസ് അസീം തോക്കത്ത് സെ ടക്കറാകയെ, അവർ ഈ ശക്തിയായ ഈ വൻ ശക്തികളോട് അവർ ഏറ്റുമുട്ടുകയും ചെയ്തു. ജിസ്കെ ജാഹോ ജലാൽ സെ കബി റൂം കെ മുഹല്ലാത്ത് ലർസ കർത്തേ ഥേ, അവരുടെ ജാഹോ ജലാല്, അവരുടെ ആ പ്രതാപം കണ്ടിട്ട്, അവരുടെ ആ ഇസ്സത്ത് കണ്ടിട്ട്, അവരുടെ ആ ഗാംഭീര്യം കണ്ടിട്ട് റോമിലെ കൊട്ടാരങ്ങൾ പോലും വിറവിറക്കുമായിരുന്നു. കിസ്റാക്കെ മുഹൽ കി യേ ഏക് ദീവാർ 14 സദിയോं से जायद थपेड़े सहने के बावजूद आज भी शानो शिकोह की तस्वीर है. കിസ്രയുടെ കൊട്ടാരത്തിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈയൊരു കവാടം, അത് 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ थपेड़े सहने के बावजूद, എല്ലാവിധ അലയടിക്കലും എല്ലാവിധ ശക്തമായ കാറ്റുകളും, അല്ലെങ്കിൽ थपेड़े എന്ന് പറഞ്ഞാൽ അടി എന്നർത്ഥമുണ്ട്, അതുപോലെ അലയടിക്കൽ എന്നർത്ഥമുണ്ട്, കാറ്റ് വീശൽ എന്നർത്ഥമുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാവിധ അലയടിക്കലും
അത് സഹിക്കുന്നതോടുകൂടെ തന്നെ, എല്ലാവിധ അലയടികളും സഹിച്ചു നിൽക്കുന്നതോടുകൂടെ തന്നെ, സഹനയ്ക്ക് ബാവജൂദ് അത് സഹിക്കുന്നതോടുകൂടെ തന്നെ ആജ് ബി അത്രയൊക്കെ സഹിച്ചിട്ടും ഇന്നും അത് ഷാനോ ഷൗക്കത്ത് കി തസ്വീർ ഹെ, ഇന്നും അത് പ്രതാപത്തിൻ്റെ ഒരു സ്വരൂപമായി, പ്രതാപത്തിൻ്റെ ഒരു മഹത്വത്തിൻ്റെ രൂപമായി ഇന്നും അത് നിലകൊള്ളുന്നു. ഓർ ഉസ്കെ നീച്ചെ ഖടേ ഹോക്കർ ആജ് ബി അതിൻ്റെ താഴെ, ആ വാതിലിന് താഴെ നിന്നുകൊണ്ട് ഇന്നും കോയി ഷഖ്സ് ഏതൊരു വ്യക്തിയും സത്വത് കാ തഅസുർ ലിയേ ബഗൈർ നഹീ രഹ് സക്താ അതിൻ്റെ താഴെ നിന്നുകൊണ്ട് ആർക്കും കീഴ്പ്പെടുത്തിയതിൻ്റെ അതിൻ്റെ ആ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ, ആ ഒരു തഅസുർ, ആ കീഴ്പ്പെടുത്തിയതിൻ്റെ അതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരാൾക്കും ഇന്ന് അതിൻ്റെ താഴെ നിൽക്കാൻ സാധിക്കില്ല. ഇന്നും അതിൻ്റെ താഴെ നിൽക്കുമ്പോൾ ഒരു മനസ്സിലെന്തോ ഒരു അഹങ്കാരം തോന്നുന്ന പോലെ, കീഴ്പ്പെടുത്തി എന്ന ആ ഒരു തോന്നൽ ഇപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട്. और उसके नीचे खड़े होकर आज भी कोई शख्स सतवत का तासर लिए बगैर नहीं रह सकता. उसके मुतअद्दिद बुर्ज अभी तक सलामत है. അതിൻ്റെ വ്യത്യസ്തങ്ങളായ, അതിൻ്റെ ധാരാളം അതിലെ ടവറുകൾ, അതിൻ്റെ കൊബ്ബകൾ അല്ലെങ്കിൽ അതിലെ ടവറുകൾ അഭി തക് സലാമത്ത് ഹെ, ഇന്നേ വരെ അത് സുരക്ഷിതമായി നിലകൊള്ളുന്നു. ബീച്ച് മേ ഏക് ബുലന്ദ് ഖാമത്ത് മെഹ്റാബി ദർവാസ ഹെ, അതിനിടയിലായി വലിയ ഉയർന്ന ബുലന്ദ് ഖാമത്ത്, നല്ല നീളമുള്ള, നല്ല ഉയരത്തിൽ നിൽക്കുന്ന ഒരു മെഹ്റാബി ദർവാസ ഹെ, ഒരു കവാടമുണ്ട്, ഒരു പ്രമുഖ കവാടമുണ്ട്. ജിസ്കെ ബാദ് ഏക് വസിയോ അരീസ് ഹാൾ കെ ആസാർ നസർ ആത്തെ ഹെ, ആ കവാടത്തിനപ്പുറം ഒരു വിശാലമായ മെഹ്റാബി, ഒരു പ്രധാനപ്പെട്ട കവാടത്തിനപ്പുറത്തായിട്ട് ഒരു വസിയോ അരീസ് ഹാൾ കെ ആസാർ, പ്രവിശാലമായ ഒരു ഹാളിൻ്റെ അടയാളങ്ങളും നസർ ആത്തെ ഹെ കാണാൻ സാധിക്കുന്നുണ്ട്. और ऐसा मालूम होता है, ഇങ്ങനെ തോന്നും കെ യാത്തോ യെ കിസ്ര കാ ദർബാർ ഹോഗ, ഒന്നിരിക്കൽ ഇത് കിസ്രയുടെ ദർബാർ തന്നെയാകാം, അല്ലെങ്കിൽ യാ മുഹൽ കാ കോയി ഓർ അഹം ഹിസ്സ, അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിൻ്റെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് തോന്നിക്കും വിധം അവിടെ ഇങ്ങനെ വലുതായി നിൽക്കുന്ന ഒരു പ്രവിശാലമായ ഒരു ഹാളും അവിടെ നിലകൊള്ളുന്നുണ്ട്. ഏക് റിവായത്ത് കെ മുതാബിക് इस ईवान के दरवाजे पर जो पर्दा पड़ा हुआ था, ഒരു റിവായത്ത് പ്രകാരം, ഒരു ഉദ്ധരണി പ്രകാരം, ഈ ഈവാൻ കിസ്രയുടെ കവാടത്തിൽ ഒരു ജോ പർദ പടാ ഹുവാ ഥ, അതിന്മേൽ എന്തൊരു കർട്ടനാണോ ഉണ്ടായിരുന്നത്, ഏതൊരു കർട്ടനാണോ അതിന്മേൽ വെച്ചിരുന്നത്, ഫതഹ മദായിൻ കെ വക്ത്, മദായിൻ കീഴടക്കുന്ന, കിസ്ര കീഴടക്കുന്ന ആ സമയത്ത് ഉസ്കോ ആഗ് ലഗാ ദി ഗയി ഥി, അതിന് തീ വെക്കപ്പെടുകയും, ബാദ് മേ ഉസ് പർദ്ദേസെ, ശേഷം ആ തീ വെച്ച ശേഷം ആ പർദ്ദയിൽ നിന്ന്, അതിൽ നിന്ന് ഉസ് പർദ്ദേസെ ബാദ് മേ ഫതഹ മദായിൻ കെ വക്ത് ഉസ്കോ ആഗ് ലഗാ ദി ഗയി ഥി, ബാദ് മേ ഉസ് പർദ്ദേസെ, ശേഷം ആ തീ വെക്കപ്പെട്ട ആ കർട്ടനിൽ നിന്ന് 10 लाख മിസ്കാൽ സോന ബറാമദ് ഹുവ, 10 ലക്ഷം മിസ്കാൽ സ്വർണം അതിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കത്തിയ ആ കർട്ടനിൽ നിന്ന് 10 ലക്ഷം മിസ്കാൽ പുറത്തെടുത്തിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ജിസ്കി ഖീമത്ത് 1 കറോഡ് ദിർഹം ഥി, അതിൻ്റെ വില ഒരു കോടി ദിർഹമായിരുന്നു എന്നത് താരിഖ് ബഗ്ദാദ്, ഖതീബുൽ ബഗ്ദാദിയുടെ താരിഖ് ബഗ്ദാദിൽ കുറിച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. जब इस बोसीदगी और फरसूदगी के आलम में इस इमारत के शिकोह का ये हाल है, तो जब ये महल अपने अहद शबाब पर होगा, उस वक्त उसकी शान और शौकत का क्या आलम होगा. जब इस बोसीदगी और फरसूदगी के आलम में, ഈ ജീർണതയുടെയും അതുപോലെ പഴക്കം ചെന്ന ഈ കാലഘട്ടത്തിൽ, ആലം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ, ഈ ഒരു അവസ്ഥയിൽ ഇസ് ഇമാരത്ത് കെ ഷിക്കോ,
ഇതിൻ്റെ ഒരു ഗാംഭീര്യം, ഈ എടുപ്പിൻ്റെ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ, ഈ ഈവാന് കിസ്രയുടെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ ഒരു പ്രതാപം, അതിൻ്റെ ഒരു ഗാംഭീര്യം, യേ ഹാൽ ഹേ, ഈ ഒരു അവസ്ഥയാണെങ്കിൽ, ഇത്തരത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്കിൽ, ജബിയെ മുഹൽ അപ്നെ അഹദ ഷബാബ് പർ ഹോഗ, അതിൻ്റെ ഷബാബ്, അതിൻ്റെ യുവത്വ കാലഘട്ടത്തിൽ ഈ ഒരു കൊട്ടാരം എത്തരത്തിലായിരിക്കും. ഉസ് വക്ത് ഉസ്കി ഷാനോ ഷൗക്കത്ത് കാ ക്യാ ആലം ഹോഗ, ആ സമയത്ത് ഇതിൻ്റെ പ്രൗഢി എത്രമാത്രമായിരിക്കും, ഇതിന് എത്ര വലിയ പ്രതാപമായിരിക്കും, പ്രൗഢിയായിരിക്കും, എത്ര ഗാംഭീര്യത്തോടെയായിരിക്കും ഈ കൊട്ടാരം അവിടെ നിലകൊള്ളുന്നുണ്ടാകുക എന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഉസ്കി സർ ബെഫലക് ഫസീൽ, അതിൻ്റെ അമ്പരചുംബിയായ, ഉസ്കി സർ ബെഫലക്, അതിൻ്റെ അമ്പരചുംബിയായ ഫസീൽ, അതിൻ്റെ ചുറ്റുമതിലുകൾ. ഇസ് ദൗർ കെ ലിഹാസ് സെ യഖീനൻ നാകാബിലെ തസ്ഖീർ ഹോഗി, നാകാബിലെ തസ്ഖീർ ഹോഗി. ഈ കാലഘട്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇസ് ദൗർ കെ ലിഹാസ് സെ, ഈ കാലഘട്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ, നാകാബിലെ തസ്ഖീർ ഹോഗി, ഒരിക്കലും കീഴടക്കാൻ സാധിക്കാത്തതായി തീരും. ഉസ് ജമാനെ മേ ദിജ്ല ഉസി ഫസീൽ കെ നീച്ചെ ബഹ്താ ഥാ, കാരണം ആ കാലഘട്ടത്തിൽ ദിജ്ല, ടൈഗ്രീസ് നദി ആ ചുറ്റുമതിലിന് താഴെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്ലിയെ ദറിയ ഉബൂർ കർക്കെ ഇസ് ഫസീൽ പർ ചടിന, ഇതുകൊണ്ട് തന്നെ ആ പുഴ, ടൈഗ്രീസ് നദി വിട്ടുകടന്നിട്ട് ഈ ചുറ്റുമതിൽ കയറുക, ഓർ ഉസെ ഫതഹ് കർണ, അതിനെ കയറിയിട്ട് എന്നിട്ട് അവിടെ കീഴ്പ്പെടുത്തുക എന്നതും ഏതവസരത്തിൽ, ജബ്കെ ഫസീൽ കെ ഹർ കദം പർ ഖഡേ ഹുയെ പെഹ്റേദാർ ഹർ ലംഹെ തേറോ ഓർ ഖോൽത്തെ ഹുയെ തേൽ കി ബാരിഷ് കർ രഹേ ഹോ, ഏതവസരത്തിൽ ആ ചുറ്റുമതിലിൻ്റെ ഓരോ ഫൂട്ടിലും ഓരോ ചവിട്ടടിയിലും, ഫസീൽ എന്ന് പറഞ്ഞാൽ ചുറ്റുമതിൽ, ആ ചുറ്റുമതിലിൻ്റെ ഓരോ ചവിട്ടടിയിലും ഖഡേ ഹുയെ നിൽക്കുന്ന പെഹ്റേദാർ, കാവൽക്കാർ, ഹർ ലംഹെ ഓരോ നിമിഷവും, തേറോ അമ്പുകളും, ഓർ ഖോൽത്തെ ഹുയെ തേൽ, ഖോൽത്തെ ഹുയെ തേൽ എന്ന് പറഞ്ഞാൽ തിളക്കുന്ന എണ്ണകളും, ഖോൽത്തെ ഹുയെ തേൽ കി ബാരിഷ് കർ രഹേ ഹോ, അവർ അമ്പുകളുടെയും തിളച്ച എണ്ണകളുടെയും വർഷമായിരുന്നു, നിരന്തര വർഷമായിരുന്നു അവിടെ നടത്തിയിരുന്നത്. നിരന്തരം അവർ എണ്ണയൊഴിക്കലും തിളച്ച എണ്ണ ഒഴിച്ചുകൊണ്ടും അമ്പെയ്തുകൊണ്ടും അവിടെ വരുന്ന ആളുകളെ അവർ പ്രതിരോധിക്കുന്ന ഒരവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ ഒരവസ്ഥയിൽ അതിനെ വിട്ടുകടന്നുകൊണ്ട് അവിടെ ഫതഹ് ചെയ്യുക, അത് കീഴ്പ്പെടുത്തുക, ആ ഒരു ചുറ്റുമതിൽ കീഴ്പ്പെടുത്തിക്കൊണ്ട് കിസ്രയെ തൻ്റെ കൈക്കലാക്കുക എന്നുള്ളത് ജൂയെ ഷീർ ലാനേസെ കം നഥ. ജൂയെ ഷീർ ലാന എന്ന് പറഞ്ഞാൽ, ജൂയെ ഷീർ എന്ന് പറഞ്ഞാൽ പാൽപ്പുഴ എന്നാണ്. ജൂയെ ഷീർ ലാന എന്ന് പറഞ്ഞാൽ ഒരു മുഹാവറയാണ്. ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത, ഒരിക്കലും കൊണ്ടുവരാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന്, ഒരിക്കലും നടത്താൻ സാധിക്കാത്ത കാര്യം നടത്തുന്നതിന് സമാനമായിരുന്നു. ഒരു നാമുക്കിനായിട്ടുള്ള കാര്യം അത് പൂർത്തീകരിക്കുന്നതിന് സമാനമായിരുന്നു. അതെല്ലാം ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത അത്രമാത്രം സുഭദ്രമായിരുന്ന ആ മദായിൻ പട്ടണം കീഴടക്കുക എന്നത്. ഇൻഷാ അല്ലാഹ് ഇത്രയാണ് ഇന്നെടുക്കുന്നത്. ബാക്കി പിന്നീടാവാം, അടുത്ത പീരീഡാവാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.